കാസർഗോഡ് കോടതി ജീവനക്കാർ സഞ്ചരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തടഞ്ഞ സംഭവം. കോടതി ജീവനക്കാരും മോട്ടോർ വാഹന വകുപ്പും തുടരുന്ന തർക്കം നിയമസങ്കീർണതകളിലേക്ക്. 4 RTO ഓഫീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതോടെ പ്രശ്നം വലിയൊരു നിയമ തർക്കത്തിലേക്കാണ് നീങ്ങുന്നത്. This news brought to you by Bhima Jewelry, Press Club Junction, Kasaragod. കോടതി ജീവനക്കാർ സഞ്ചരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് 4 RTO ഓഫീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതോടെ കോടതി ജീവനക്കാരും മോട്ടോർ വാഹന വകുപ്പുമായി തുടരുന്ന തർക്കം നിയമ സങ്കീർണതകളിലേക്ക്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെന്നതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ്. കോവിഡ് കാരണം പൊതുഗതാഗത സംവിധാനം കുറവായതിനാൽ ടൂറിസ്റ്റ് യാത്രകൾക്ക് ഉപയോഗിക്കുന്ന കോൺട്രാക്ട് കാരേജ് ബസ്സിലാണ് പയ്യന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കോടതി ജീവനക്കാർ ഏതാനും മാസങ്ങളായി എത്തിയിരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വാഹനം തടഞ്ഞത്. KSRTC അധികൃതർ കളക്ടർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനാ സമയത്ത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ 18 കോടതി ജീവനക്കാർക്കെതിരെ കേസെടുത്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതേ തുടർന്ന് അലക്ഷ്യമായും വേഗത്തിലും വാഹനം ഓടിച്ചെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരോട് അപമര്യാദയായി പെരുമാറിയെന്നും കാണിച്ച് 60 കോടതി ജീവനക്കാർ നൽകിയ പരാതിയിൽ കാസർഗോഡ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരായ 4 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. കോടതി ജീവനക്കാർ 20 പരാതികളാണ് നൽകിയത്. ഇതോടെ ഓരോ കേസിലും വെവ്വേറെ നിയമ നടപടികൾ വേണ്ടിവരും. മാത്രമല്ല കേസിലെ വകുപ്പുകൾ ഓരോന്നും വെവ്വേറെ ജഡ്ജിമാർക്ക് കീഴിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. ജില്ലാ കോടതി, CJM കോടതി, മുൻസിഫ് കോടതി, അഡീഷണൽ ജില്ലാ കോടതി, ഫസ്റ്റ് ക്ലാസ് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി തുടങ്ങി പല കോടതികളിലെ ജീവനക്കാരാണ് പരാതിക്കാർ. അതിനാൽ ഇനി FIR റദ്ദാക്കി പ്രശ്നപരിഹാരം പുറത്തുവെച്ച് നടത്തണമെങ്കിലും എല്ലാ കോടതി ജീവനക്കാരെയും ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം നിയമപരമായി തന്നെ മുന്നോട്ടു പോകും. മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞ അതേ വാഹനത്തിൽ തുടർന്നും ജോലിക്ക് എത്തുമെന്നും നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നുമാണ് കോടതി ജീവനക്കാരുടെ നിലപാട്. കോൺട്രാക്ട് കാരേജ് വാഹനത്തിൽ കോടതി ജീവനക്കാർ വഴിയിൽ നിന്ന് ആളെ കയറ്റിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആരോപണം. എന്നാൽ നേരത്തെ ബസ് ബുക്ക് ചെയ്ത ആളുകൾ വഴിയിൽ നിന്ന് കയറിയതാണെന്നും അല്ലാതെ ആരെയും കയറ്റിയിട്ടില്ലെന്നും കോടതി ജീവനക്കാർ പറയുന്നു. മാത്രമല്ല കോൺട്രാക്ട് കാരേജ് വാഹനത്തിൽ നേരത്തെ ബുക്ക് ചെയ്ത ആളുകളെ വഴിയിൽ നിന്ന് കയറ്റുന്നതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും കോടതി ജീവനക്കാർ വാദിക്കുന്നു. ഇക്കാര്യത്തിൽ നിയമപരമായ അന്തിമ തീരുമാനം ഉണ്ടായാൽ മാത്രമേ തർക്കം പരിഹരിക്കപ്പെടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് KCN.